ആദ്യകാലങ്ങളിലൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് ആന ഇറങ്ങിയാലും പടക്കം പൊട്ടിച്ച് കാരണം കുറച്ച് ദൂരത്തേക്ക് നമുക്ക് ഇറങ്ങി ചെല്ലാൻ ഒരു ധൈര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ തീരെ ധൈര്യമില്ല. കാരണം പുറത്തേക്ക് ഇറങ്ങാൻ പോലും ഭയമാണ്. ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഒരു ആന പോകുമ്പോൾ നമ്മൾ വിചാരിക്കും അത് തീർന്നല്ലോ എന്ന് വിചാരിക്കും. അപ്പോൾ അതിനെക്കാട്ടിയും വലിയ മുട്ടിക്കൊമ്പനാണ് പിന്നെ വരുന്നത്. ഇപ്പൊ കുറച്ച് ദിവസങ്ങളായി അതിന് പിടിച്ചതിന് ശേഷം വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു. പിന്നെ ഈ വടക്കനാടിന്റെ ഭാഗത്തേക്ക് കുറെ വർഷങ്ങളായല്ലോ ഈ വടക്കനാട് ആനശല്യം രൂക്ഷമായി നിൽക്കുന്നത്. കാരണം ഇതിന്റെ ശല്യം കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുകയാണ് വടക്കനാട്ടുകാർ. ഫോറസ്റ്റുകാർ വിളിച്ചാൽ വരുന്നുണ്ട്. ഉടനെ അവർ വിളിച്ചിരുന്നു. അവർ ഉടനെ തന്നെ വന്നു. ഉടനെ വന്നിട്ട് പടക്കൊക്കെ പൊട്ടിച്ച് അവിടെ ഉണ്ട്, കുറച്ച് അപ്പുറത്തേക്കായിരുന്നു. ഇല്ല, ഇപ്പോൾ കുറേ പേര് ഇപ്പോൾ ഈ വിതയാണ്. ഇപ്പോൾ ഞാറ് വെച്ചിട്ട് ഒക്കെയാണ്. ഞാറ് വെച്ചാൽ മുതൽ കാവൽ കിടക്കണം. ആദ്യം ലാസ്റ്റും നമ്മൾ മാടം വെച്ച് കിടന്നാൽ മതി. ഇപ്പം 6 മാസം കിടക്കണം അല്ലേ? 6 മാസം കിടക്കണം. അപ്പോൾ പുറത്ത് പണിക്ക് പോകാൻ പറ്റില്ല. കാരണം ഇതിനെ മാത്രം ആശ്രയിച്ചിരിക്കുമ്പോൾ കുടുംബ ചെലവ് കഴിയൂല. ഇപ്പുറത്തെ ഈ ആ വാതിൽ കൂടെ വരികയാണെങ്കിൽ ഞാൻ ശരിക്കും തെങ്ങിൻ്റെ അടിയിൽ പെട്ടുപോകാറുണ്ട്. ശരി, നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ വടക്കനാട് എന്ന് പറയുന്ന പ്രദേശത്താണ്. നിങ്ങൾക്ക് തന്നെ നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾക്കൊക്കെ അറിയാം. വടക്കനാട് പ്രദേശത്തെ ഒരു വീഡിയോ ഞാനിപ്പോൾ ചെയ്തിട്ട് കുറച്ചായി. അപ്പോൾ ഇങ്ങോട്ട് വരാൻ അധികം കാരണങ്ങളില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അകത്തൊരു പ്രധാനപ്പെട്ട കാരണം. കൃത്യം ഏപ്രിൽ 5-ാം തീയതിയാണ് ഇവിടെ മുട്ടിക്കൊമ്പൻ എന്ന് പറയുന്ന ആ ഒരു എന്താ പറയുക അക്രമകാരിയായ ആളുകളുടെയൊക്കെ എല്ലാം ഉറക്കം കെടുത്തിക്കൊണ്ടിരുന്ന നിരവധിയായ കൃഷികളൊക്കെ നശിപ്പിച്ച് ആളുകൾക്ക് ഒന്നും മേലാത്ത അവസ്ഥയാക്കിക്കൊണ്ടിരുന്ന ആ ഒരു കാട്ടാനയെ ഇവിടുന്ന് പിടിച്ചുകൊണ്ട് പോയതും അതിൻ്റെ വിഷയവും എല്ലാം നമ്മൾ കണ്ടാണ് ഏപ്രിൽ 5-ാം തീയതി. അതിനുശേഷം ഒരു പ്രാവശ്യം കൊണ്ട് നമ്മളിവിടെ വന്നിരുന്നു. ഏതായാലും ഇപ്പോൾ കഴിഞ്ഞൊരു 4 മാസമായിട്ട് ഏകദേശം 4 മാസമായി ഈ ഒരു പ്രദേശത്ത് അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ ഇങ്ങനെ പോവുകയായിരുന്നു. കാട്ടാനകളൊക്കെ കാടിൻ്റെ സൈഡൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞാലും ഇങ്ങോട്ടൊന്നും അധികം വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും ഇന്നലെ കഴിഞ്ഞ രാത്രി ഒരു 2 മണിയായപ്പോൾ ഈ ഒരു പ്രദേശത്ത് വീണ്ടും കാട്ടാന ഇറങ്ങി ഒരു വീടിൻ്റെ മുകളിലേക്ക് തെങ്ങ് മറിച്ചിടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. ആ ഒരു വിഷയമാണ് നമ്മളിന്ന് കാണാനായിട്ട് പോകുന്നത്. നമ്മളിന്നുള്ളത് വടക്കനാട് പള്ളിവയൽ എന്ന് പറയുന്ന പ്രദേശമാണ്. അപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചതെന്നുള്ളതും ആ ഒരു സ്ഥലമാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണാനായിട്ട് പോകുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. ഇതാണ് പള്ളിവയൽ എന്ന് പറയുന്ന പ്രദേശം. ഇവിടെ നിന്ന് നേരെ ഏറ്റവും എൻഡിലായിട്ടുള്ള ഈ ഒരു സ്ഥലത്താണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത്. ഇവിടെയൊക്കെ ഫോറസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ചുറ്റും ഫോറസ്റ്റ് ഉണ്ട്. വടക്കനാട് പ്രദേശത്തെ ഫോറസ്റ്റിൻ്റെ കാര്യം പിന്നെ നമ്മൾ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ചുറ്റും ഫോറസ്റ്റ് ഉള്ള ഒരു പ്രദേശമാണ്. അപ്പോൾ ഇവിടെയാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ഈ ഒരു വീട്ടിൽ നമ്മൾ വന്നപ്പോഴത്തേക്കും ഏകദേശം അതിൻ്റെ തെങ്ങൊക്കെ മുറിച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഏതായാലും നമുക്ക് അവരോട് തന്നെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം ഇവിടുത്തെ സ്ഥിതി എന്താണെന്ന്. കിണറിൻ്റെ ഒരു ഭാഗം പൊട്ടിപ്പോയിട്ടുണ്ട് കേട്ടോ. കിണറായിരുന്നു ഇത്. ഇതിൻ്റെ പുറത്തേക്കാണ് വീണത്. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? കുട്ടികൃഷ്ണൻ. ഇത് ഇന്നലെ രാത്രി എത്ര മണിക്കാണ് സംഭവം? ഇന്നലെ രാത്രി ഒരു 2:30 സമയത്താണ് ഇത്. അപ്പോൾ മഴയും ഇതിൻ്റെ തീവ്ര മഴയായിട്ടുണ്ടെന്നുള്ള നിലയ്ക്ക് കാറ്റും മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ശബ്ദം ഇത് കേൾക്കുന്നില്ല. ഇതിൻ്റെ ശബ്ദമൊന്നും ആന വന്ന് അറിഞ്ഞിട്ടില്ല. ശരിക്കും ആന തെങ്ങിനെ ചവിട്ടി മറിക്കണം. ആ സൗണ്ട് കേട്ടപ്പോൾ ഞെട്ടി ഉടന്ന് എണിച്ച് വെക്കും. അത് ഞാൻ ഇപ്പുറത്തെ ഈ ആ വാതിൽ കൂടെ വരികയാണെങ്കിൽ ഞാൻ ശരിക്കും ആ തെങ്ങിൻ്റെ അടിയിൽ പെട്ടുപോകായിരുന്നു. ശരിക്കും കറക്റ്റ് ഞാൻ വാതിൽ തുറന്നിട്ട് ഇങ്ങോട്ട് ലൈറ്റ് ഇട്ടുണ്ടായിരുന്നു. ഈ ഭാഗത്ത് ലൈറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ആ ലൈറ്റ് അപ്പുറത്തേക്കാണ്, വീടിൻ്റെ അപ്പുറത്തേക്കും ചുറ്റും ലൈറ്റ് ഇടുന്നുണ്ട്. അങ്ങനെ അപ്പോൾ ഈ പിന്നെ ഇതിലെ വന്ന് നോക്കുമ്പോൾ തെങ്ങ് മറിഞ്ഞ് കിടക്കുന്നുണ്ട് പെട്ടെന്ന്. പിന്നെ പെട്ടെന്നൊരു സൗണ്ട് ഉണ്ടാക്കി പറഞ്ഞപ്പോൾ ആന എന്ന് മനസ്സിലായി. ആന ചീറ്റിക്കൊണ്ട് അങ്ങോട്ട് ഓടുകയും ചെയ്തു. ആന തന്നെ ഞാൻ ശരിക്കും കണ്ടിട്ടില്ല. ആന തന്നെയാണ്. അപ്പോൾ ആന ചീറ്റിക്കൊണ്ട് മറ്റേ മഴയൊക്കെ ആയതുകൊണ്ട് ചീറ്റിക്കൊണ്ട് പോവുക ചെയ്തത്. മറ്റേ മുട്ടിക്കൊമ്പൻ സ്ഥിരം വിഭാഗത്തൊക്കെ വരുന്നല്ലായിരുന്നു. ബുദ്ധിമുട്ടുണ്ടായിക്കൊണ്ടിരുന്നത് പിടിച്ചതിന് ശേഷം വലിയൊരു ബുദ്ധിമുട്ടില്ലാതിരിക്കുമായിരുന്നു. ഇപ്പൊ കുറച്ച് ദിവസങ്ങളായി അതിന് പിടിച്ചതിന് ശേഷം വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു. പിന്നെ ഈ വടക്കനാടിന്റെ ഭാഗത്തേക്ക് കുറെ വർഷങ്ങളായല്ലോ ഈ വടക്കനാട് ആനശല്യം രൂക്ഷമായി നിൽക്കുന്ന. കാരണം ഇതിന്റെ ശല്യം കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുകയാണ് വടക്കനാട്ടുകാർ.
ഒരു സംഗതി ഇപ്പോൾ നമ്മുടെ സ്ഥലത്ത് ഒരു സംഗതി പോലും ഉണ്ടാക്കാൻ പറ്റില്ല. ആ ഇവിടെ ഞാൻ ഒരു ക്ഷീര കർഷകനാണ്. പിന്നെ കാലിത്തീറ്റ ഇവിടെയൊക്കെ കാലിത്തീറ്റ ഉണ്ടായിരുന്നു. വാഴ, കാലിത്തീറ്റ, ചേന, എങ്ങനെ ഒരു സാധനം പോലും ഉണ്ട്. കാരണം ഇത് ചേന തിന്നില്ലെങ്കിലും അത് വരുമ്പോൾ ചവിട്ടി മെതിക്കും. കവുങ്ങ് ചവിട്ടി മെതിക്കുമ്പോൾ അതിൻ്റെ കൂടെ വന്നിട്ട് പിന്നെ കാപ്പി ഇങ്ങനെയുള്ള സാധനങ്ങൾക്കെല്ലാം വട്ടം തിരിഞ്ഞ് അത് ചവിട്ടി വെച്ചിട്ടേ പോവുള്ളൂ. ഒരു സാധനം ഉണ്ടാവില്ല. ആനയാണ് സാധനം, പൊടിയാക്കിയിട്ടേ പോവുള്ളൂ. അതെ. ആ കണ്ടമാനം കവുങ്ങൊക്കെ നഷ്ടപ്പെട്ടു. ആ കണ്ടമാനം ഈ ഭാഗത്തേക്ക് കവുങ്ങ് ഉണ്ടായിരുന്നതാ. കാലിയായിട്ട് കിടക്കുന്ന കാലി എനിക്ക് 1.5 ലക്ഷം രൂപയോളം ഇത് കിട്ടുന്നതായിരുന്നു ഇങ്ങോട്ട്. അപ്പോൾ ഈ ഭാഗത്തേക്ക് സ്ഥിരം അന്ന് ആ വടക്കനാട് കൊമ്പനും പിന്നെ മുട്ടിക്കൊമ്പന ഒത്തിരി ആനകളുണ്ട്. അപ്പോൾ ഇതിലെ ട്രെഞ്ച് ഉണ്ട്. ആ ട്രെഞ്ച് ഇടിച്ചിട്ടാണ് ഫെൻസിങ്ങും തകർത്ത് ട്രെഞ്ച് ഇടിച്ചിട്ട് നിരത്തിയിട്ട് ഇതിലാണ് ഇതിലെ വഴിയുണ്ട്. ഒരുപാട് ആദ്യം കുറച്ച് വർഷങ്ങളിൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ ഇതിലെ 2-3 വഴിയുണ്ട്. അതിൽ സ്ഥിരം വന്നിട്ട് ഈ കവുങ്ങ് ചവിട്ടി മറിക്കുക, അത് തിന്നുക, പിന്നെയും പോവുക, പിന്നെയും വരും. കുറച്ച് അടുത്ത ദിവസം കൂടി ഈ പ്രദേശത്ത് ഇറങ്ങിയായിരുന്നോ? ഈ അടുത്ത ആ ഭാഗത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ആ അത് ആന ഈ ചുറ്റുവട്ടത്ത് തന്നെയുള്ളത്. ഫോറസ്റ്റുകാർ വിളിച്ചാൽ വരുന്നുണ്ട്. ഇന്നലെ രാത്രി ഉടനെ അവർ വിളിച്ചിരുന്നു. അവർ ഉടനെ തന്നെ വന്നു. ഉടനെ വന്നിട്ട് പടക്കൊക്കെ പൊട്ടിച്ച് അവിടെ ഉണ്ട്, കുറച്ച് അപ്പുറത്തേക്കായിരുന്നു. അങ്ങനെ ഓടിച്ച് അങ്ങോട്ട് വിട്ടതാണ്. പക്ഷെ ഫോറസ്റ്റിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അതിനുള്ള സാധ്യത ഇല്ലല്ലോ. അങ്ങോട്ട് കയറി ചെന്നാൽ അപ്പോൾ അവിടെ നിൽക്കും. പിന്നെ കുറേ കഴിയുമ്പോൾ അവർ വേറെ ഏതെങ്കിലും സ്ഥലത്ത് ആനയെ ഇറങ്ങിക്കഴിഞ്ഞാൽ അങ്ങോട്ട് പോകും. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും വരും. ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഈ അടുത്ത പ്രദേശത്ത് വടക്കനാടൊക്കെ ഇറങ്ങിക്കൊണ്ടിരുന്ന ഒരു ചുള്ളിക്കൊമ്പൻ എന്ന് പറഞ്ഞാൽ ആനയാണോ അത്? ഇതിനെ ഞാൻ ശരിക്കും കണ്ടിട്ടില്ല. പറഞ്ഞു. ഫോറസ്റ്റുകാർ മുട്ടിക്കൊമ്പനാണെന്ന് അവർ പറയുന്നത്. വേറെ ഏതൊരു മുട്ടിക്കൊമ്പനും കൂടി ഉണ്ടെന്നുള്ളതിലാണ് അവർ പറയുന്നത്. ആനനെ ശരിക്കും കണ്ടിട്ടില്ല. ആദ്യകാലങ്ങളിലൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് ആന ഇറങ്ങിയാലും പടക്കം പൊട്ടിച്ച്, കാരണം കുറച്ച് ദൂരത്തേക്ക് നമുക്ക് ഇറങ്ങി ചെല്ലാൻ ഒരു ധൈര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ തീരെ ധൈര്യമില്ല. കാരണം പുറത്തേക്ക് ഇറങ്ങാൻ പോലും ഭയമാണ്. ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഈ ഒരു തെങ്ങ് മാത്രമേ കളഞ്ഞിട്ടുള്ളൂ? തെങ്ങ് കവുങ്ങ് അപ്പുറത്തേക്കുണ്ട്. അങ്ങോട്ട് തന്നെ അവിടെ വാഴ ഉണ്ടായിരുന്നു കുറച്ച്. അവര് തന്നെയാണോ മുറിച്ച് തന്നെ? ഫോറസ്റ്റുകാർ വന്നിട്ട് പിന്നെ മുറിച്ചു കഴിഞ്ഞു. പിന്നെ ഈ വീടിന്റെ പിന്നെ മേൽക്കൂരിന്റെ പുറത്തേക്ക് കഴുക്കോല് 5-6 അങ്ങോട്ട് പൊട്ടിയിട്ടുണ്ട്. വീടിന്റെ കഴുക്കോല് പൊട്ടിയിട്ടുണ്ട്. ആ മോന്തായത്തിന്റെ പൊട്ടിയിട്ടുണ്ട്. ഇവിടുന്ന് ആ ഷീറ്റ് കെട്ടിയ ഭാഗം അപ്പുറത്തോട്ട് ഇവിടെയും കുറച്ച് അപ്പുറത്ത് ടാർപ്പായി കെട്ടിയതും മൊത്തത്തിലത് ഓടി പോയിട്ടുണ്ട്. അപ്പൊ അവര് വന്നിട്ട് മുറിച്ച് മാറ്റിയിട്ട് എന്തെങ്കിലും അവരെന്തെങ്കിലും അതിനുള്ള ധനസഹായം ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഒരു ഉറപ്പിന് മേലാണ് നാട്ടുകാരൊക്കെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാക്കുന്നത്. എല്ലാവരും വന്നിരുന്നു. എല്ലാവരും കൂടി വന്നിട്ട് പറഞ്ഞിട്ട് അവരെന്തെങ്കിലും ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടാണ് അവർ ഷീറ്റ് കെട്ടിയിട്ട് പോയത്. എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നെ പ്രായമായ ഒരമ്മ, ഇവര് എൻ്റെ കുടുംബക്കാരാണ്. ഏട്ടനുണ്ട്, ഏട്ടൻ്റെ മക്കളെയൊക്കെയാണ് അവർ. ഞാനും പിന്നെ ഭാര്യയും 2 പെൺമക്കളും അമ്മയും കൂടെയാണ്. അച്ഛനില്ല. അപ്പോൾ താമസിക്കുന്ന ഒരു പശുവിനെ പോറ്റിട്ട് മാത്രമാണ് ഈ ജീവിതം കഴിച്ചു കൂട്ടുന്നത്. കാരണം വേറെ പറമ്പെന്നുള്ള വരുമാനം എന്ന് വെച്ചാൽ കുറച്ച് കാപ്പി കിട്ടും. അതല്ലാണ്ടില്ല. പിന്നെ അത് കിട്ടിയിട്ട് മാത്രം ഇത് ഒന്നും തികയില്ല. ഈ ഒരു ചെറിയൊരു പെൻഷൻ കിട്ടിയിട്ടൊന്നും ആവില്ലല്ലോ പറയാം. അതുകൂടാണ്ട് എനിക്ക് പിന്നെ ഓട്ടീസുള്ള മൂത്ത കുട്ടി എൻ്റെ ശോഭ ഓട്ടീസുള്ള കുട്ടിയാണ്. അവളെ നോക്കാൻ ഒരാൾ തന്നെ കൂടെ വേണം. എന്നിട്ട് ഞാനിപ്പോൾ കുറേ വർഷങ്ങളായി അതിൻ്റെ പിന്നെ ലെറ്ററും കൂടി എൻ്റെ അതിൽ ഉണ്ട്. പിന്നെ സപ്ലൈക്കയിലും പിന്നെ കഴിഞ്ഞ മുഖ്യമന്ത്രിക്കൊക്കെ ഞാൻ പരാതി അയച്ചിട്ട് ഈ റേഷൻ കാർഡ് BPL ആക്കി തരണം. BPL ആക്കുമ്പോൾ നമുക്ക് ഒരു ആശ്വാസം മാത്രമാണ് കിട്ടുക. അതുപോലും കാരണം ഒരേക്കറുള്ള ഭൂമി എങ്ങനെയുള്ള ഭൂമിയാണെന്നുള്ളത് അവർ നേരിട്ട് വന്ന് മനസ്സിലാക്കണ്ടേ. അപേക്ഷ കൊടുക്കുമ്പോൾ അവർ നമ്മുടെ ഇതിന് വിളിക്കും, ഹിയറിങ്ങിന് വിളിക്കും, അവിടുന്ന് ചോദിച്ച് മനസ്സിലാക്കും, തിരിച്ചു വിടും. ഇതല്ലാണ്ട് ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ അതും കൂടി ഞാൻ അവരോട് അപേക്ഷിക്കുകയാണ്. ഇതും കൂടി എനിക്ക് ചെയ്തു തരണം. കാരണം ഒരു ആശ്വാസം എനിക്ക് BPL കാർഡാക്കി തരുവാണെങ്കിൽ. പറമ്പൊന്ന് കാണിച്ചോ, ഇറങ്ങിയ സ്ഥലമൊന്നും. എന്നോടാ നമ്മളിപ്പോൾ കാണുന്നത് ചേട്ടൻ്റെ വീടിൻ്റെ മുൻവശമാണ്.
ഈ പറമ്പിലൂടെയാണ് ആന വന്നത് കേട്ടോ. ഇവിടെ നിന്ന് തെങ്ങാണ് ആന മറിച്ച് ഇട്ടത്. നമുക്കിവിടെ തെങ്ങ് കിടക്കുന്നതാണ്. ഒന്ന് ക്ലോസപ്പ് എടുക്കുക. രണ്ടിലിട അല്ലെങ്കിൽ ഒന്നിലിട, ഇറക്കിയിടല്ല. ഈ കവുങ്ങും കളഞ്ഞാലേ? ഈ കവുങ്ങ് കളഞ്ഞ ഇത് ഒരുപാട് വർഷം ആ വടക്കനാട് കൊമ്പനൊക്കെ ഉള്ള കാലത്ത് ഇതിൽ നിറച്ചും കവുങ്ങായിരുന്നു. ആ ടൈമിലൂടെ മൊത്തം ഇവിടെ തൊട്ട് ഇതിലെങ്ങനെ ഇത് മൊത്തം കവുങ്ങായിരുന്നു ഇത്. അപ്പം നമുക്ക് എത്ര കവുങ്ങ് ഇപ്പോൾ മൊത്തം പോയി? ഇപ്പോൾ ഒരു 5-8 കവുങ്ങോളം പോയിട്ടുണ്ടല്ലേ? മൊത്തത്തിൽ അങ്ങോട്ടും പോയിട്ടുണ്ടല്ലേ? അങ്ങോട്ടും അങ്ങോട്ട് പോകാൻ പറ്റുമോ? ഇവിടെ വാഴ അങ്ങോട്ട് പോവാം. അവിടെ ഇതും ഈ കവുങ്ങ് പോയിട്ടില്ലേ? ചാണാൻ അവിടെയും കവുങ്ങ് പോയിട്ടുണ്ട് കേട്ടോ. ഇത് ശരിക്കും ഇതിലേയും വന്നിട്ടുണ്ട് തോന്നുന്നല്ലേ? ഇതില് കാട്ടില് ഇത് മറ്റേ ഇപ്പൊ തൂക്ക് ഫെൻസിങ് കൊടുത്തിട്ടുണ്ട്. ആ തൂക്ക് ഫെൻസിങ് ഒന്നും ശാശ്വതമല്ല. അതിലേ കടന്നു അത് മരം മറിച്ചിടുകയാണ് ചെയ്യുന്നത്. ഒന്നല്ലെങ്കിൽ അതിന്റെ 500 മീറ്ററോളം, ഈ ഇടയ്ക്ക് പത്രത്തിൽ ഞാൻ കണ്ടായിരുന്നു, 500 മീറ്ററോളം മരങ്ങൾ മുറിച്ച് മാറ്റും എന്നുള്ളത്. അപ്പോൾ അത്രയും മരങ്ങൾ മുറിച്ച് മാറ്റുകയാണെങ്കിൽ ഇത് മറിക്കൂല. അത് അത്യാവശ്യം സ്ട്രോങ് ഉള്ളത് ഫെൻസിങ്. തൂക്ക് ഫെൻസിങ് ആണെങ്കിലും സ്ട്രോങ് ഉള്ളത് തന്നെയാണ്. അതായത് മറ്റേ മുട്ടിക്കൊമ്പം പണ്ട് ചെയ്തോണ്ടിരുന്ന അതേ പരിപാടി തന്നെ ചെയ്യുന്നുണ്ടല്ലേ? ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ ഉണ്ടായിരുന്നല്ലേ? എനിക്ക് ശരിക്കും ആനേന്റെ അനുഭവം ഞാൻ ശരിക്കുള്ളത്. ഇപ്പോൾ ഞാൻ 19 വർഷങ്ങളായി വടക്കനാട് ഇവിടെ താമസിക്കുന്നുണ്ട്. ആദ്യം നമ്മുടെ സാധാരണ ഫെൻസിങ് ഉണ്ടല്ലോ, കമ്പി കെട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ നിലാവെളിച്ചത്ത് ഈ ആന വന്ന് കാണിക്കണം മുഴുവൻ നമുക്കറിയാം. ആന വന്ന് അവിടെ നിൽക്കും, പിന്നെ ഒന്ന് തുമ്പിക്കൈ കൊണ്ട് നോക്കും, ടച്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കും. പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇത് സാധാരണ നമ്മൾ മനുഷ്യരാക്കുന്ന പോലെ കുനിഞ്ഞു കിടക്കാൻ പറ്റുമോ നോക്കും. മുട്ടുകുത്തി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് ആനയ്ക്കറിയാം. നമ്മൾ വേണമെങ്കിൽ ചക്ക വേലും കായ്ക്കും എന്ന് പറയുന്ന മാതിരി മരത്തിൽ വേണമെങ്കിൽ കയറും ആന. അത്രയ്ക്ക് സൂത്രമുള്ള സാധനമാണ് ആന. അപ്പം ഇതിനൊരു ശാശ്വത പരിഹാരം എന്ന് പറഞ്ഞിട്ട് ഇതുവരെ പരിഹാരമായിട്ടില്ല. ഇവിടെ വാഴയും കളഞ്ഞിട്ടല്ലേ? അങ്ങോട്ട് പോകാൻ പറ്റുമോ? അങ്ങോട്ട് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? ഇപ്പോൾ കാവൽക്കാരൊക്കെ ഉണ്ട്, ഫോറസ്റ്റ് ഭാഗത്തുനിന്ന് സഹായങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല, കുറ്റം പറയാം. പക്ഷേ എന്നാലും ഇത് മേൽത്തട്ടിൽ നിന്ന് വരുന്നതല്ലേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് കൂടുതൽ കാര്യക്ഷമമാക്കണം. പിന്നെ ഇതിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്തണം തന്നെയാണ്. കാരണം ഇപ്പോൾ എൻ്റെ കാര്യം മാത്രമല്ലല്ലോ, ഒരുപാട് ജനങ്ങൾ ഈ കൃഷി ഇറക്കിയിട്ടും കാത്തിരിക്കുകയാണ് ഇങ്ങനെ. ഇത് കിട്ടിയിട്ട് വേണമല്ലോ ഉടനെങ്കിൽ. നടത്തുന്നത് 70% കാർഷിക ജീവിക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ അതിന് വടക്കനാടുകാർ അത്രയും കഷ്ടപ്പെടുന്നുണ്ട്. ഒരാളോടും പറയില്ല. ഇപ്പോൾ ഇത് കണ്ട് ആൾക്കാർക്ക് മരവിച്ചിരിക്കുകയാണ് സംഭവം. നെല്ലൊക്കെ എല്ലാ പ്രാവശ്യം കളയുമായിരിക്കും അല്ലേ? നെല്ല് ഇപ്പോൾ കുറേ പേര് ഇപ്പോൾ ഈ വിതയാണ്. ഇപ്പോൾ ഞാറ് വെച്ചിട്ട് ഒക്കെയാണ്. ഞാറ് വെച്ചാൽ മുതൽ കാവൽ കിടക്കണം. കാരണം ഞാറ് വെക്കുമ്പോൾ 6 മാസം പച്ചപ്പ് വന്ന് തിന്നോളൂ. ഈ ഞാറ് വലുതായാലാണല്ലോ നാട്ടി വെക്കാൻ പറ്റുള്ളൂ. സാധാരണ അവസാനത്തെ 2 മാസം ഉണ്ടായിരുന്നുള്ളൂ കാവല്. ഇപ്പം 6 മാസം ലാസ്റ്റ്. ആദ്യം ലാസ്റ്റും നമ്മൾ മാടം വെച്ച് കിടന്നാൽ മതി. ഇപ്പം 6 മാസം കിടക്കണം അല്ലേ? 6 മാസം കിടക്കണം. അപ്പോൾ പുറത്ത് പണിക്ക് പോകാൻ പറ്റില്ല. കാരണം ഇതിനെ മാത്രം ആശ്രയിച്ചിരിക്കുമ്പോൾ കുടുംബ ചെലവ് കഴിയൂല. ഇപ്പോൾ മൊബൈൽ അതും ഇതൊക്കെ ആകുമ്പോൾ ഒരുപാട് ചിലവ് കൂടുതലുള്ള ഒരു ജീവിതമാണല്ലോ. ഇതിന് ശരിക്കും ഇവർക്ക് പിന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് കുറ്റം പറയല്ല. അതായത് ഓരോ ഭാഗത്തേക്ക് ഇപ്പോൾ പോലീസുകാർക്കൊക്കെ ചെയ്യുന്ന മാതിരി ക്വാർട്ടേഴ്സുകൾ മൂലയിലും മുക്കിലൊക്കെ ആന ഇറങ്ങുന്ന സ്ഥലത്തൊക്കെ ക്വാർട്ടേഴ്സ് കെട്ടിയിട്ട് ഇവരിപ്പോൾ സ്ഥിരമായിട്ട് കാവൽ നിൽക്കുകയാണെങ്കിൽ മുൻകൂട്ടി ഇതിനെ ഓട്ടിക്കുകയാണെങ്കിൽ മൃഗങ്ങൾക്കും, കാരണം കൊല്ലുമൊന്നും വേണ്ട, ടോർച്ചടിച്ച പടക്കം പൊടിച്ച് ഓടിച്ചിട്ട് ഉൾക്കാട്ടിലേക്ക് പോയിക്കോളും. എല്ലായിടത്തും അതായത് മെയിനായിട്ട് ഇറങ്ങുന്ന സ്ഥലങ്ങളിൽ ഇങ്ങനെ അവർക്ക് അതിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് ക്വാർട്ടേഴ്സൊക്കെ കെട്ടിയിട്ട് കാവൽ നിർത്തുകയാണെങ്കിൽ അവർക്ക് അതിനുള്ള സംവിധാനമൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആന വരൂല. മൃഗങ്ങളെ കൊല്ലും വേണ്ട, മനുഷ്യർക്ക് നല്ലത്, മൃഗങ്ങൾക്കും നല്ലത്. ഈ വാഴ കളഞ്ഞു എടുക്കണമെങ്കിൽ എങ്ങോട്ടാ പോവാ? എങ്ങനെ പോവാ? അപ്പുറത്തോടെ പോകണമായിരിക്കും അല്ലേ? അങ്ങോട്ട് ചാണക്കുഴിയാ? ചാണക്കുഴിയാ. എന്നാൽ അതിൽ ഇറങ്ങാം അല്ലേ? ശരി.
ഇപ്പോൾ വീടിൻ്റെ ചുറ്റും പിന്നെ ഞാലിപ്പൂവൻ, പിന്നെ കദളിപ്പൂവനും പടുവൻ പോലെ അങ്ങനെ ഒരുപാട് വീട്ടാവശ്യത്തിനുള്ള വാഴ പോലും ഇപ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ആകപ്പാടെ ഉള്ളത് ഇപ്പോൾ ഈ മെഴുകുതിരി കൊല എന്ന് പറയുന്ന ഈ വാഴ മാത്രമേ ഉള്ളൂ. നമുക്ക് ഇപ്പോൾ ഒരു കുടുംബത്തിൽ ജീവിക്കുകയാണെങ്കിൽ എന്തായാലും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളും ഭക്ഷിച്ച് തിന്നണ്ടേ ഒരു മനുഷ്യന്. അതുപോലും പറ്റാത്തൊരവസ്ഥയാണ്. ഒരു സാധനം പോലും നട്ടാൽ അല്ലെങ്കിൽ സുഖമായിട്ട് നമുക്ക് അത്യാവശ്യം ജീവിക്കാൻ നമുക്ക് ഈ ചുറ്റുപാടിൽ നിന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും സാധനങ്ങൾക്കൊക്കെ. നമുക്കിവിടെയൊക്കെ നോക്കി ആന ചവിട്ടി ഇന്ന കാൽപ്പാടും കാര്യങ്ങളൊക്കെ കാണാം ഇവിടെ നിന്ന്. ഇത് ചവിട്ടിയാ ഓടിച്ചാന്ന് തോന്നുന്നു അല്ലേ? ഇത് ചവിട്ടി ഓടിച്ചതാ. കൊമ്പല്ലല്ലോ? കൊമ്പല്ല, കൊമ്പല്ലേ, ചവിട്ടി ഓടിച്ചത് തന്നെ. ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം ഓടൊക്കെ പൊട്ടി കിടക്കുന്ന രംഗങ്ങളൊക്കെ കാണാം കേട്ടോ. ഈ കാണുന്ന ഓട് കംപ്ലീറ്റ് പൊട്ടിപ്പോയതാണ്. ബാക്കി ഓട് മാറ്റി വെച്ചായിരിക്കും അല്ലേ? അത് അങ്ങോട്ട് ഓട് വെച്ചിട്ടില്ല. മേൽഭാഗത്തേക്ക് ഓട് മാറ്റി വെച്ചിട്ടില്ല. അതാ മൂടി വെച്ചേക്കുന്നല്ലേ? അത് മൂടി വെച്ചതാ. കഴുക്കോലൊക്കെ പോയാ? അതിപ്പോൾ മഴയായതുകൊണ്ട് കയറി കഴിഞ്ഞാൽ ബാക്കിയും കൂടി പൊട്ടിപ്പോവും. കഴുക്കോലൊക്കെ പോയിട്ടുണ്ടല്ലോ? കഴുക്കോലൊക്കെ പോയി. ഇപ്പം മാറ്റി വെക്കാൻ പറ്റുന്ന അവസ്ഥയല്ല, ബാക്കിയും കൂടി. തെങ്ങിൻ്റെ കിണർ, മോട്ടറും പോയി. മോട്ടറൊക്കെ വർക്കാകുന്നില്ല. അതൊക്കെ മോട്ടർ കൂട്ടി അടിച്ചേ? മോട്ടർ കൂട്ടിയിട്ട് അത് ഇതിലത്തെ തെങ്ങ് തെങ്ങ് വീണപ്പോൾ ഇതിൻ്റെ സിമെൻറ്റിൻ്റെ ചീകൾ അങ്ങോട്ട് അടിച്ചിട്ട് അങ്ങോട്ട് കയറ്റി വെച്ചതാ. തെങ്ങ് കിടക്കുന്നുണ്ടോ? തെങ്ങ് ഇങ്ങനെയായിരുന്നു കിടന്ന്, ഇങ്ങനെ ഇതിൻ്റെ ആർട്ടിൻ്റെ മുകളിലോട്ട് കിടന്ന്. കിണറിൻ്റെ വക്കും കാര്യങ്ങളൊക്കെ പോയി കേട്ടോ. ചേട്ടൻ്റെ പേരെങ്ങനെയാ? എൻ്റെ പേര് രാജഗോപാൽ. ഞാൻ ഇവിടെ തന്നെ താമസിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങളെല്ലാവരും ഒന്നിച്ചായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ ഇപ്പോൾ ഇവിടെ ജീവിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പഴയ കാലമായിരിക്കല്ല. കാട്ടുമൃഗങ്ങളെ കൊണ്ടൊക്കെ മൊത്തത്തിൽ ഭയങ്കര ശല്യമാണ്. ഒരു കൃഷി നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. ഉണ്ടാക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാവും പകലും ഒരേപോലെയാണ്. നമ്മൾ രാവ് മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് ജീവിച്ചിട്ടുണ്ടെങ്കിലും വൈകുന്നേരം നമുക്ക് കിടന്നുറങ്ങാൻ വരെ പറ്റില്ല. കാരണം ആ രീതിയിലുള്ള ശല്യങ്ങളാണ്. രാത്രി ആനക്കാവലും പകലും മറ്റുള്ള മൃഗങ്ങൾ, കുരങ്ങ്, പന്നി, മയിൽ, അങ്ങനെയുള്ള ഭയങ്കര ശല്യമാണ്. അതുകൊണ്ട് നമുക്ക് ഒരു പണിയെടുക്കാൻ തന്നെ ഭയങ്കര ഒരു മാനസികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രീതിയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇവിടെ ആദ്യ കാലം താമസിച്ചിരുന്നു. പിന്നെ ഞങ്ങൾ ഇപ്പോൾ അമ്പലയിലേക്ക് അങ്ങോട്ട് താമസം മാറി. ഇപ്പോൾ അവിടെ അനിയനും അമ്മയൊക്കെയാണ് താമസിക്കുന്നത്. പക്ഷെ എന്നിരുന്നാലും വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ആന എന്ന് പറഞ്ഞാൽ ആദ്യ കാലങ്ങളിലൊക്കെ ആനയ്ക്ക് വന്നിട്ടുണ്ട്, നമ്മൾ ഇറങ്ങി ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആനനെ ഓടിച്ച പടക്കം പൊട്ടിച്ച് ആനയെ ഓട്ട് പോയി. ഇപ്പോൾ മനുഷ്യനെ കണ്ടിട്ടുണ്ടെങ്കിൽ ആന എങ്ങോട്ടേക്ക് നമ്മുടെ നേരെ പാഞ്ഞ ഒരു നിലവാരത്തിലേക്കാണ് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ആനയുടെ സൗണ്ട് കേട്ടാൽ തന്നെ നമുക്ക് ഇറങ്ങിച്ചെല്ലാനൊരു പേടിയാണ്. കാരണം ആ രീതിയിലേക്ക് മൃഗങ്ങൾ മാറി. അപ്പോൾ ആദ്യകാലങ്ങളിലൊക്കെ അങ്ങനെ അല്ലായിരുന്നല്ലോ. കാരണം നമ്മൾ ആന ഒച്ചപ്പാട് മനുഷ്യൻ ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ ആനയോടും അല്ലെങ്കിൽ പടക്കം പൊട്ടിച്ചോടും. ഇപ്പോൾ അങ്ങനെയല്ല, ആ ഒരു രീതിയിലേക്ക് മാറിയിരിക്കുക ആന. പിന്നെ ഇത് ഒരാനയല്ല വരുന്നത്, ഒന്ന് പോയി കഴിയുമ്പോൾ കന്നാലികളമായിരിക്കാണ് ആന വരുന്നത്, അടുത്ത് വരും. മുട്ടിക്കൊമ്പനെ പിടിച്ചോണ്ട് പോയപ്പോൾ നിങ്ങൾ ആശ്വാസമായി? അങ്ങനെ ഒരു ആന പോകുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് തീർന്നല്ലോ എന്ന് വിചാരിക്കും. അപ്പോൾ അതിനെക്കാട്ടിയും വലിയ മുട്ടിക്കൊമ്പനാണ് പിന്നെ വരുന്നത്. അപ്പോൾ ആ രീതിയിലേക്കാണ് മൊത്തത്തിൽ. നമുക്ക് ശരിക്കും പറയണത് ഇപ്പോൾ ഫോറസ്റ്റുകാർ എല്ലാം സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഫെൻസിങ് ഒക്കെ ഉണ്ടെങ്കിലും നമുക്ക് മറ്റാ റെയിൽവേ ഫെൻസിങ് ആണെങ്കിൽ വളരെ വലിയ കുഴപ്പമില്ലാതെ, കാരണം ചില ബത്തേരിയ സൈഡിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അവിടെയൊക്കെ ശല്യക്കുറവുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അങ്ങനത്തെ ഇതൊക്കെ വരികയാണെങ്കിൽ നമുക്ക് കൃഷിയിൽ നിന്നൊക്കെ ഒരു മെച്ചപ്പെട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു. അപ്പോൾ ആ രീതിയിലേക്കൊക്കെ സർക്കാർ തലത്തിൽ തൂക്ക് ഫെൻസിൽ ആനയ്ക്ക് ശാശ്വതമല്ല. കാരണം അത് ഒന്നാമത് ചില സമയത്ത് അത് ആന മരം തള്ളിയിട്ടിട്ട് അതിനെ കേടുവരുത്തിയിട്ട് ആന ചാടിക്കേറി അതെ ആന പഠിച്ചിട്ടുണ്ട്. എങ്ങനെ കിടക്കാം ആന ശരിക്കും പഠിച്ചിട്ടുണ്ട്. മറ്റേ റെയിൽവേ ഫെൻസിങ് ആകുമ്പോൾ പിന്നെ ആ ഒരു ബുദ്ധിമുട്ട് വരുന്നില്ല. കാരണം ആനയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടിയാലേ അത് പൊട്ടിച്ചൊക്കെ വരാൻ പറ്റുള്ളൂ, അല്ലാതെ ആനയ്ക്ക് വരാൻ പറ്റില്ല. ഈ തൂക്ക് ഫെൻസിങ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ ശാശ്വത പരിഹാരമല്ല. അപ്പോൾ ആ രീതിയിലേക്ക് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്.
നരകജീവിതമാണ് ഓരോ മനുഷ്യരും അനുഭവിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളേതായാലും ആ ചേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ടു. ആ കുട്ടികൃഷ്ണൻ ചേട്ടൻ്റെ ഫാർമും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പുറത്തേക്കാണ് ഇതുപോലെ തെങ്ങ് മറിച്ച് ഇട്ടത് കാട്ടാന. മാത്രമല്ല പറമ്പിൽ നിരവധിയായ കൃഷികളും നശിപ്പിച്ചിട്ടുണ്ട്. ഒരു മുട്ടിക്കൊമ്പനെ പിടിച്ചിട്ട് നമുക്ക് അറിയാം, ഏപ്രിൽ 5-ാം തീയതിയാണ് മുട്ടിക്കൊമ്പൻ എന്ന് പറയുന്ന ആ ഒരു കാട്ടാനയെ പിടികൂടി ഈ വടക്കനാട് പ്രദേശത്ത് നിന്ന് കൊണ്ടുപോയത്. ഇപ്പോൾ ഏകദേശം 4 മാസം കഴിഞ്ഞു. 4 മാസത്തിനിടയ്ക്ക് അധികം വലിയ പ്രശ്നങ്ങളൊന്നും ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. ഇടയ്ക്ക് കാടിൻ്റെ പ്രദേശത്തൊക്കെ ആനയെ കാണുന്നു എന്ന് പറയുന്നതല്ലാതെ ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ഇപ്പോൾ ആദ്യമായിട്ടാണ്. ഒരാന പോയി കഴിയുമ്പോൾ മറ്റൊരാന വീണ്ടും ആ ഒരു കളം പിടിച്ച് അങ്ങോട്ട് വരികയാണ്. അപ്പോൾ അതാണിപ്പോൾ ആളുകളുടെ ഒരു ആശങ്കയും. വീണ്ടും പുതിയൊരാന മുട്ടിക്കൊമ്പൻ ചെയ്യുന്ന അതേ പരിപാടി ചെയ്യുമോ എന്നുള്ളതാണ് ഇവരുടെയൊക്കെ പേടി. കാരണം മുട്ടിക്കൊമ്പൻ മൂലം ഇവർക്കുണ്ടായ നഷ്ടം എന്ന് പറയുന്നത് വളരെ ഭീമമാണ്. കണക്ക് കൂട്ടാൻ പറ്റാത്ത അത്രയും നാശനഷ്ടം വരുത്തിയിട്ടുള്ള ഒരു ആനയായിരുന്നു അത്. അപ്പോൾ വീണ്ടും അടുത്ത ഒരു മുട്ടിക്കൊമ്പൻ തന്നെയാണ് അവർ പറഞ്ഞത്. മുട്ടിക്കൊമ്പൻ തന്നെയാണ് അവർ പറഞ്ഞത്. അപ്പം വേറെ ഒരു മുട്ടിക്കൊമ്പൻ എന്ന് പറഞ്ഞാൽ മുട്ടി പോലെ ഇരിക്കുന്ന കൊമ്പുള്ള ഒരു ആന, അതിനെയാണ് ഈ മുട്ടിക്കൊമ്പൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ വീണ്ടും അടുത്തൊരു മുട്ടിക്കൊമ്പനും കൂടെ ഈ ഒരു കളത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ആളുകൾ വലിയ ആശങ്കയിലാട്ടോ. എത്രയും പെട്ടെന്ന് ഇതിന് പരിഹാരം കാണണമെന്ന് തന്നെയാണ് അവർ പറയുന്നത്. കറണ്ട് ഫെൻസിങ് അതിനൊരു ശാശ്വത പരിഹാരമല്ല എന്നും റെയിൽ ഫെൻസിങ് പോലെയുള്ള ഫെൻസിങ് ഇട്ട് ആനകളെ തടയണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. ഏതായാലും ഇത്രയൊക്കെയാണ് നമുക്ക് ഈ വീഡിയോകൾ കാണിക്കാനുള്ളത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.